ഹലോ, ഗുഡ് മോർണിംഗ്. സിന്ധു മോളോസിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നോണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചാൽ അത്ര സുഖം എന്ന് പറയാൻ പറ്റത്തില്ല. ഇന്നും ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നേക്കായിരുന്നു സെൻറ്റ് ജോൺസിൽ. ഇനി നാളെ രാവിലെ 6 മണിക്ക് ഞാനൊരു യാത്ര പോവാണ്. ഞാൻ കുറേ ദിവസം കൊണ്ട് നിങ്ങളോട് പറയുന്നുണ്ടല്ലോ, ഞാൻ ടൂർ പോവാണെന്ന്. ടൂർ പോകുന്നതുകൊണ്ടാണോ സിന്ധുമ്മ കമ്മലും മലയെല്ലാം മാറ്റിയെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. ഡയമണ്ടും എല്ലാം മാറ്റി കേട്ടോ. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ടൂറല്ല പോകുന്നത്. ഞാൻ ടൂറാണെന്ന് ചോദിച്ചാൽ 9 ദിവസത്തേന് ഞാൻ വീട്ടിൽ നിന്ന് മാറുകയാണ്. ചേട്ടായി തന്നെ ഉള്ളൂ. ചേട്ടായല്ല, ചേട്ടനോട് കൂട്ടുകാർ പിള്ളേരാരെങ്കിലും ഒക്കെ കാണും ഇവിടെ കിടക്കാനായിട്ടൊക്കെ. പിന്നെ അപ്പുറത്ത് കുമാരിച്ചിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ തിരുമാനായിട്ടാണ് പോകുന്നത്. തിരുമാനായിട്ട് ഞാൻ കട്ടപ്പന സുവർണഗിരി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ ജോയി മാഷ് എന്ന് പറഞ്ഞ ഒരു ചേട്ടനുണ്ട്. അതായത് നമ്മുടെ സിന്ധുവിൻ്റെ സന്തോഷ സിന്ധുവിലെ നമ്മുടെ എൻ്റെ ആങ്ങള, അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ബിന്ദു ബിനോയില്ലേ, ആ ബിനോയിയുടെ അപ്പൻ്റെ അനിയനാണ് കേട്ടോ. അപ്പം ഞാനൊരു 8-9 വർഷം മുമ്പ്, അതായത് നമ്മൾ ഈ വീട്ടിലോട്ട് കയറി താമസിക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ പോയി തിരുമിയിട്ടുണ്ടായിരുന്നു. അവിടെ കിഴി കുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം എനിക്ക് കുറേ നാളത്തേക്ക് പിന്നെ വന്നില്ലല്ലോ. അവിടെ ഞാൻ സത്യത്തിൽ 3 വർഷം ചെയ്തു, 2 വർഷം അടുപ്പിച്ചും ചെയ്തു. ഗൾഫിൽ നിന്ന് വന്ന ആ ഇടയ്ക്ക് 2 വർഷം അടുപ്പിച്ച് ചെയ്തു. അത് ഇനി കുറച്ച് നാൾ പോകാണ്ടിരുന്ന് കഴിഞ്ഞിട്ട് 1 വർഷം 2 വർഷമാണ് പോകാണ്ടിരുന്നിട്ട് പിന്നെ ഒന്നുകൂടെ പോയി ചെയ്തു. പക്ഷേ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. അടുപ്പിച്ച് ചെയ്യുമ്പം ഇതേ കാര്യമുള്ളൂ. ചെയ്താൽ ഒന്നെങ്കിലും 3 വർഷമോ അല്ല 5 വർഷമോ അടുപ്പിച്ച് ചെയ്യണം. ഇപ്പം ചേർത്തല വൈക്കത്ത് പോയിട്ട് എനിക്ക് വലിയ കുറവും കാര്യങ്ങളും ഒന്നും കിട്ടിയില്ല. അപ്പം വൈദ്യുതി പറഞ്ഞത് അടുത്തെങ്ങാനും തന്നെ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അല്ലെ അവിടെ കിഴി കുത്താമെന്ന് പറഞ്ഞു. കിഴി കുത്തി എന്നതാ ആടിൻ്റെ കിഴി, ഞവരക്കിഴി ആടിൻ്റെ കിഴിയും വയ്ക്കണം. 16 ദിവസം അതൊരു കോഴ്സാണ്. 16 ദിവസം അവിടെ നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് അത്രയ്ക്കും എനിക്ക് തോന്നിയില്ല. കാരണം ചേട്ടനെ ഇട്ടിട്ട് അത്രയും ദൂരം, ഇത് കട്ടപ്പനയല്ലേ, എൻ്റെ അടുത്തോട്ട് ചേട്ടായിക്ക് ഓടി വരാം, എനിക്ക് വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് ഓടി വരാം. പക്ഷെ 9 ദിവസത്തേന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയില്ല. പിന്നെ ഞാൻ തന്നെയല്ല പോകുന്നത്, എനിക്ക് തന്നെ ഇവിടുന്ന് ചേട്ടായിക്ക് ഒരു ഇതായിരുന്നു, എനിക്കും ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല സെറ്റാണ്, നല്ല ഈശ്വര വിശ്വാസമുള്ള നല്ല ഒരു ഫാമിലിയാണ്. ചേച്ചിയും ചെയ്യും, ലേഡീസിന് ചേച്ചിയാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പം പക്ഷേ എനിക്ക് കൂട്ടുണ്ട് കേട്ടോ. നമ്മുടെ കണ്ണൻ്റെ അമ്മയുണ്ട് കടയിലെ, ചേട്ടയുടെ ഓണറിൻ്റെ അമ്മയും കൂടെ ഉണ്ട്. അപ്പം നാളെ രാവിലെ 6 മണിക്ക് ഞങ്ങൾ പോകും. ഇപ്പം സമയം 11 ആകാനായിട്ട് 10 മിനിറ്റ് കൂടെ ഉള്ളൂ. അപ്പം ഞാൻ ഇത്രയും നേരവും വീഡിയോ ഒക്കെ എത്തിയത്, എനിക്ക് ചിലപ്പോൾ 2 ദിവസം കൂടുമ്പോഴായിരിക്കും വീഡിയോ ഞാൻ ഇടുന്നത്. കാരണം 5-6 വീഡിയോയെ എനിക്ക് സ്റ്റോക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് കിടക്കാനായിട്ട് പോകണം കേട്ടോ. അപ്പം അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം. എന്തായാലും ഇത് അവിടുത്തെ വിശേഷങ്ങളും കൂടി ചിലപ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്യുമായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. വായോ. കണ്ടോ, സമയം 10:45. ചേട്ടായിയൊക്കെ നല്ല ഒരു ഉറക്കം പിടിച്ച് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് എല്ലാം ഫുള്ള് തീർത്തോളൂ. ഇനി വേണ്ടാത്തെല്ലാം ഡിലീറ്റ് ആക്കി കളയാനുണ്ട് കുറേ. ഞാൻ പോകാനായിട്ടെല്ലാം റെഡിയാക്കി സെറ്റാക്കി എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. നൈറ്റി, പാവാട, ബെഡ്ഷീറ്റ്, ലുങ്കി എന്ന് വേണ്ട, എനിക്ക് കുറേ ദിവസത്തേക്ക്, അതായത് 9 ദിവസത്തേക്ക് ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ചെരുപ്പ് എനിക്ക് വീട്ടിൽ ഇടാതിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഒരു ചെരുപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെന്നാണ്ട് പിന്നെ കഴിക്കാനായിട്ട് ചേട്ടാ എന്തോ മേടിച്ചുകൊണ്ട് നിൽക്കുന്നതാണേ, ചുമ്മാ ഇടയ്ക്ക് വല്ലതും വേണമെങ്കിൽ കഴിക്കാമെന്നും പറഞ്ഞു. പിന്നെ ഇതെൻ്റെ മരുന്ന് സാധനങ്ങളെല്ലാം ശ്വാസം മുട്ടലുള്ളതും ഇത് മരുന്ന് ബോക്സാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇത് മറന്നു പോയത് ദീർഘി, അതെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ട്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചീപ്പ്, കണ്ണാടി, പേസ്റ്റ്, ബ്രഷ്, അതൊക്കെ രാവിലെ റെഡിയായി കഴിഞ്ഞിട്ട് എടുത്ത് വെക്കാമെന്ന് ഓർത്തുണ്ടാകും. അപ്പോൾ കാലത്ത് തന്നെ പോകാനായിട്ടൊക്കെ റെഡിയായി കേട്ടോ. ചേട്ടായി സംഘത്തിൻ്റെ പൈസ കൊടുക്കാൻ വേണ്ടി സിംഗിതേരെ എടുത്തിട്ട് പോയതാണേ. നാളെ സംഘം ഉണ്ട്, അപ്പോൾ എനിക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ കിട്ടും കിടക്കൊക്കെ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. 2-3 കൂടൊക്കെ ഉണ്ട്. എന്തായാലും പോയിട്ട് വരാം അല്ലേ ഇടയിൽ. കണ്ണനും വിളിച്ചു, ശാമ ചേച്ചിയും വിളിച്ചു. ഞാൻ തന്നെയല്ല പോകുന്ന കേട്ടോ, എനിക്ക് കണ്ണൻ്റെ അമ്മയുണ്ട് കൂട്ടം, അതുകൊണ്ട് ഒരു ധൈര്യമുണ്ട് ചേട്ടായിക്ക് എന്നെ വിടുന്നതിൽ. അല്ല, അവിടെ പ്രശ്നമൊന്നുമില്ല. പിന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ പോക്ക് നമ്മുടെ അവസാനത്തെ ചരിത്രം. അയ്യോ അതെ, കിട്ടിയാൽ മതി. അതെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം. സാറിനെ ഒരു 9 ദിവസത്തിന് തന്നെ ഇട്ടിട്ട് പോവുകയാണ്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും കാര്യങ്ങളും വേണം. 9 വർഷം പോലെ ചപ്പാത്തി, അതെ 9 ദിവസം വൈകിട്ട് ചപ്പാത്തി ആയിരിക്കും കഴിക്കുന്നത്. അപ്പം എൻ്റെ പേഴ്സിനെ കൊടുത്താൽ മതി, ഉഷേച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇത് അടുത്ത സംഘത്തിന് പൈസ കേട്ടോ. ആ മെസ്സേജ് ഇരിക്കുന്ന പേഴ്സ് എടുത്തിട്ടോ. അപ്പം ഇതുണ്ടോ, ഒരു
കൂടി ഞാൻ ബാഗ് ഒന്നും കൊണ്ടുവന്നില്ല. എന്നാ നമ്മൾ ഈ പിടിച്ചെടുക്കുമ്പോൾ കുഴമ്പൊക്കെ പറ്റത്തില്ലേ, അതുകൊണ്ട് ചിലപ്പം അതുകൊണ്ട് ഞാൻ കവറിനകത്താണ് കൊണ്ടുപോകുന്ന ഡ്രസ്സൊക്കെ. അപ്പോൾ പോയിട്ടൊക്കെ വരാം, അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ കാണിക്കാം. അപ്പം ഞാൻ ടൂർ പോവാൻ നിങ്ങളോട് കുറേ ദിവസം കൊണ്ട് പറയുന്നുണ്ടായില്ലേ. അപ്പം ഞാൻ ടൂർ വന്നിരിക്കുകയാണ്. എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ട്. അപ്പം ഞാൻ 2ാം നിലയുടെ മണ്ടയിലാണ് ഉള്ളത്. ഞങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നത്. കണ്ടോ, ഈ റൂമിനകത്താണ് താമസിക്കുന്നത് കേട്ടോ. ഇന്ന് രാവിലെ ഞങ്ങൾ വന്ന കേട്ടോ. ഇവിടെ 6:30 എത്തി. ഭയങ്കര ചീവിടിൻ്റെ സൗണ്ട് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ സന്ധ്യ വൈകുന്ന സമയമാണേ. അന്നേരം ഇവിടെ നല്ലൊരു ഭംഗി തോന്നി കാണാനായിട്ട്, നല്ലൊരു ഐശ്വര്യം തോന്നി. ഇത് ശരിക്കും പറഞ്ഞാൽ പ്ലേസ് കട്ടപ്പനയാണ് കേട്ടോ. കട്ടപ്പന സുവർണഗിരി എന്ന് പറയും. അപ്പോൾ ഇന്ന് രാവിലെ വന്നപ്പോൾ തന്നെ കിഴി ഊറ്റി തിരുമ്മി സ്റ്റീം ചെയ്തു. അതുകൊണ്ട് തന്നെ ഇപ്പം വൈകിട്ടത്തേതും കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി വന്നാൽ ചേച്ചി. അപ്പോൾ ചേച്ചിയുടേത്, ചാമ ചേച്ചിയുടേത് കഴിയുന്നേ ഉള്ളൂ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് ഞാൻ താഴോട്ടേക്ക് ഇറങ്ങി പൊക്കോട്ടെ എന്ന് ചോദിച്ച് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നതാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ അബുദാബിയിൽ നിന്ന് വന്നപ്പം ഫസ്റ്റ് ഞാൻ ഇങ്ങോട്ടേക്കാണ് വന്നത് കേട്ടോ. വീട്ടിൽ വന്നു, പിറ്റേ ദിവസം രാവിലെ ഇങ്ങോട്ടേക്കാണ് വന്നത്. എന്താണെന്ന് വെച്ചാൽ വേദന കാരണം സഹിക്കാൻ വയ്യാണ്ട്. അപ്പം അതൊരു ഇപ്പം 9-10 വർഷം ആറായില്ലേ. അത് അല്ല 7-8-9 വർഷം തോന്നും. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞ് പിന്നെ ഞാനും 2 വർഷം അടുപ്പിച്ച് വന്നു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് നന്നായിട്ട് വേദന മാറിയപ്പോൾ ഞാൻ വന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ 1 വർഷം കൂടെ വന്നു. അത് കഴിഞ്ഞാണ് പിന്നെ നമ്മൾ ജഗദീശൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ എന്തായാലും ജഗദീശൻ്റെ അടുത്ത് കുഴപ്പമില്ല, അവിടെ നല്ല തിരുമ്പും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷേ അവിടെ ഒന്നും ചെയ്യാനായിട്ടുള്ള സൗകര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത്. നമ്മൾ ഈ തിരുമിയിട്ടേ കിടക്കുന്ന തന്നെ റെസ്റ്റ് എടുക്കണം. 9 ആണെങ്കിൽ 9, 11 ആണെങ്കിൽ 11, അങ്ങനെ നമ്മൾ റെസ്റ്റ് എടുത്തെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. ഇതുകൊണ്ട് കാരണം ഞാൻ ചേർത്തലയ്ക്ക് പോയിട്ട് നമ്മുടെ വൈദ്യരുടെ അടുത്ത് പോയിട്ട് എനിക്ക് ശക്കലം പോലും കുറഞ്ഞില്ല. അതിനാന്ന് വെച്ചാൽ ഈ യാത്രയുടെ കൊണ്ടാണ്. നമ്മുടെ ശരീരം ഒന്നാമതേ വീക്കാണ്. അതിൻ്റെ കൂടുതൽ യാത്ര ചെയ്യുമ്പോഴത്തേനും പിന്നെയും കൂടും. അതുകൊണ്ടാണ്. പിന്നെ വൈദ്യരും ഇവരോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞത് അടുത്തുള്ള ഇതുണ്ടെങ്കിൽ കുറവുണ്ടായിരുന്നെങ്കിൽ അവിടെ തന്നെ പോകും. പക്ഷേ 5 വർഷം അടുപ്പിച്ച് പൊക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം വരാം, 5 വർഷം അടുപ്പിച്ചെന്നൊക്കെ കരുതി തന്നിരിക്കുന്നത്. കാരണം നമ്മുടെ വേദന നമുക്കൊന്ന് കുറഞ്ഞു കിട്ടണമല്ലോ, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടുത്തെ കുഞ്ഞു കാഴ്ചകളൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരട്ടെ. ചെടിച്ചട്ടിക്കകത്ത് ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ മേടിച്ച് വിലയൊക്കെ മേടിച്ച് വെച്ചിരിക്കുന്ന ചെടികളാണ്. അയ്യോ, ഇതാണ് ഞങ്ങൾ കിടക്കുന്ന റൂം കേട്ടോ. ഞാൻ കണ്ട മാറ്റിയിട്ടതാണ് കണ്ടോ. ഇത് നല്ല ഭംഗിയില്ല കാണാനായിട്ട്. റോസാണോ എന്ന് ചോദിച്ചാൽ റോസല്ല, പക്ഷേ ഇതിനാണോ നല്ല ഇതിനൊന്നും പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. എല്ലാം കാണിച്ചിട്ട് അയ്യോ അങ്ങേറ്റത്തൊക്കെ മറിഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ ചേച്ചിയും ചേട്ടനും മണ്ടേ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് മണ്ടയിലാണ്. ഇവിടെ വീട്ടിലില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ചോദിച്ചാൽ നല്ല രസമില്ലേ. ഈ വീടും പരിസരവും മൊത്തം ഉണ്ടല്ലോ ഒരു ചെടികളുടെ ഔഷധ കൂട്ടാണ് കേട്ടോ. പച്ചമരുന്നുകളുടെ ഒക്കെ ഇത് മറിഞ്ഞു കിടക്കുന്നു. കാറ്റടിച്ച് മരുന്ന് വരാൻ തോന്നും. അതുപോലെ നമുക്കൊന്ന് നേരെ വെക്കാമല്ലേ. ഒരു കമ്പിൻ്റെ വെയിറ്റ് കൊണ്ട് മറിഞ്ഞു വീണാണേ. ഉണ്ടോ, അവിടെ എല്ലാം ചേച്ചി ചെടിയും കാര്യങ്ങളൊക്കെ നട്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ കൃഷിയായിരുന്നു എന്ന് തോന്നുന്നു. ടെറസിൻ്റെ മണ്ടയിലും ചേച്ചിക്ക് കോവനും കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് സുവർണഗിരി എന്ന് പറയും ഈ സ്ഥലത്തിൻ്റെ ശരിക്കും പേര് കേട്ടോ. കട്ടപ്പന ഗവൺമെൻറ് കോളേജിൻ്റെ തൊട്ടടുത്ത സ്ഥലമാണ് കേട്ടോ. സത്യത്തിലുണ്ടല്ലോ, ഞാൻ ഇവർ ഈ കെട്ടിടം പണിതുകൊണ്ടിരുന്നപ്പോഴാണ് ആദ്യം വന്നത്. ഞാൻ 2ാമത്തെ പ്രാവശ്യം വന്നപ്പോഴത്തേനും അവരുടെ കീഴ് താമസമായി. എന്നാലും പണി ഫുള്ള് തീർന്നിട്ടില്ലായിരുന്നു. ഇപ്പോൾ പണിയൊക്കെ ഫുള്ള് തീർന്നു. നല്ലൊരു ചേച്ചിയും ചേട്ടനാണ് കേട്ടോ. നമ്മളെ എന്നാ പറയുന്നത്, പ്രാർത്ഥിച്ച് നമ്മുടെ വേദന മാറണേ എന്നുള്ള ഇതോ വിശ്വാസത്തോടെയും അങ്ങനെയൊക്കെ ഭയങ്കര ഒരു ഇഷ്ടത്തോടു കൂടി ഒരു സ്നേഹത്തോടു കൂടി ഒരു സ്വന്തം കുഞ്ഞനീത്തെ പോലെ അല്ലെ ഒരു കൂടപ്പുറപ്പിനെ പോലെയൊക്കെ കണ്ട് ചെയ്തത് 3 പ്രാവശ്യം വന്ന എക്സ്പീരിയൻസ് എനിക്കുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ശരീരത്തെക്കുറിച്ച് മൊത്തം അവർക്കറിയാം. കാരണം ഈ പ്രാവശ്യം ചേച്ചിയും കൂടെ കൂടിയാണ് ചെയ്യുന്നത്. ചേച്ചിയും തിരുവേയും കിഴിയിട്ടും എല്ലാം ചെയ്യുക. അപ്പം അവർ പറയുമായിരുന്നു, എൻ്റെ കുഞ്ഞെ നിനക്ക് കുറഞ്ഞില്ല, ഈ പ്രാവശ്യം നമുക്ക് കുറയ്ക്കാം, നീ എന്നാണെങ്കിലും ഇവിടെ കിടന്നാണല്ലോ ചെയ്യുന്നത് എന്നും പറഞ്ഞുകൊണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചി ഇപ്പോൾ ഇറങ്ങി വരും. ചാമ ചേച്ചി സ്റ്റീം ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എല്ലാം ഊരി വെച്ചു കേട്ടോ. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴമ്പൊക്കെ ഉള്ളതുകൊണ്ട് ഡയമണ്ട് നമ്മൾ ആഗ്രഹിച്ച് മേടിച്ച മുക്കുത്തിയൊക്കെ ഊരി വെച്ചു. പാഞ്ഞ വണ്ടികൾ പോകുന്നു. മെയിൻ റോഡ് സൈഡാണ് കേട്ടോ. അതുകൊണ്ട് ഒരു മോള് സ്കൂട്ടി ഓടിക്കാൻ പഠിക്കുക കേട്ടോ. മോനെ പുറകെ വെച്ചുകൊണ്ടായിരുന്നു അവൾ വന്നത്. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ എങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരാൻ പറഞ്ഞാൽ പുള്ളിക്കാരനെ ഇറങ്ങി കേട്ടോ. ഞാനിത് കണ്ടപ്പോൾ ഓർത്തേണ്ടതറിയോ, ഞാനും ഇങ്ങനെ തന്നെയല്ലായിരുന്നു. എൻ്റെ മുന്നേ എന്തേലും പാടുപെട്ടായിരുന്നു. അയ്യോ ശരിക്കും ലാസ്റ്റ് ഞാൻ തന്നെ പോയിട്ട് കാണാഞ്ഞിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ചെറുക്ക കൊച്ച് ആ വീട്ടിലാണോ നടത്തില്ല. ഇനി ആ അമ്മയൊക്കെ ഒന്ന് നോക്കി നിൽക്കണ്ടേ. അമ്മ ഒരു കുഞ്ഞു വെച്ചൊക്കെ ഒരു മോനെ ഇറങ്ങി നിന്ന് വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ വീട്ടിലെ പിള്ളേർ തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. അമ്മ തന്നെയാണ് കണ്ടില്ലല്ലോ മോനെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അമ്മ തന്നെയാണെന്ന് തോന്നുന്നു. ടെൻഷൻ അടിച്ച് നോക്കി നിൽക്കുക. ഇച്ചിരി പോയിട്ടേ കണ്ടിട്ടില്ല. ഈ ഇങ്ങനെ വളവും വണ്ടി എപ്പോഴും മരുന്നൊക്കെ ആവണ്ടേ വീട്ടിൽ കഴിയുമ്പോൾ ഒരു പേടിയാണ്. എന്നാലും ഓടിക്കുന്നുണ്ടായിരുന്നു കുഴപ്പമില്ലാണ്ട്. നോക്കാം നമുക്ക്.
വരുന്നുണ്ടോയെന്ന്. ആ കാഴ്ച ഒന്ന് കാണാൻ എനിക്കും ഒരാകാംക്ഷ. അത് ഞാൻ നിങ്ങളെ കൂടെ കാണിച്ചു തരാം. ഒന്ന് വരുന്നുണ്ട് കേട്ടോ. ഞാൻ കണ്ട അവിടെ നിന്ന് ഇങ്ങോട്ട് മാറുന്നതേ. ഇപ്പം വരുമോ വളവിൻ്റെ അവിടെ? കണ്ടോ നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷേ എന്നെ പറഞ്ഞാലും ആൺപിള്ളേരുടെ സപ്പോർട്ടുണ്ടെങ്കിൽ, അതായത് ഭർത്താക്കന്മാരുടെ എണ്ണോ ആങ്ങളമാരുടെ എണ്ണോ ഒക്കെ സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ പഠിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ശരിക്കും എൻ്റെ ചേട്ടായുടെ പിന്നെ എൻ്റെ മോനായിനോട് നീ പഠിക്കടി അവൻ ഇന്നില്ലെങ്കിൽ പോലും അത് ഓർക്കും ഞാനിപ്പോഴും. കണ്ടോ നിർത്തിയേക്കട്ടെ കൊണ്ട് നോക്കി. ഞാനിവിടെ നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേനും ഒരു ഉപ്പം വന്ന് ഇരിക്കുന്നേക്കും. കണ്ടോ ഈ വണ്ടിയുടെ സൗണ്ട് കാരണം ഒരു രക്ഷയില്ല. എന്നെ കണ്ടപ്പോഴത്തേനും പറന്നു പോയി കേട്ടോ. ഇങ്ങനെയുള്ള സിറ്റി പഠിച്ചാൽ പെട്ടെന്ന് പഠിക്കും. ഓട്ടോ വരുന്ന കണ്ടപ്പോഴത്തേനും വീണ്ടും സൈഡിലോട്ട് ഒതുക്കുവാണേ. എന്താ ഇവിടെ തെരുതെരുന്ന് വണ്ടി വരുവാന്നേ, അതുകൊണ്ടൊരു പ്രശ്നമാണ്. അപ്പോൾ വീണ്ടും വലിയ വണ്ടി വരുന്നുണ്ട്. അങ്ങോട്ടൊക്കെ ഇരിക്കുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ശരിക്കും ഇത് പാടുപെട്ടാ കേട്ടോ എടുക്കുന്നത്. എന്നാലും പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ പേടിയും പറയലൊക്കെ മാറി. ആദ്യം കുറച്ച് ദിവസത്തേനും ഒരു പേടിയും പറയലും ഒക്കെയല്ലേ. എന്താ ദൈവം. തിരിച്ചെടുക്കുക. ഇൻഡിക്കേറ്റർ ഇറങ്ങി വച്ചേ. ഇൻഡിക്കേറ്റർ ഇട്ടോ. തിരിച്ചെടുക്കുന്നതല്ലോ. അങ്ങനെ ഇതൊക്കെയായിരുന്നു മോളെ ഞാനും കാണിച്ചോണ്ടിരുന്നേ. അതിന് കയറ്റി പറപ്പിച്ച് വിടുമെന്ന് നോക്കട്ടെ. ആ വീട്ടിലെ തന്നെ പിള്ളേരാ കേട്ടോ. അവൾ കയറ്റിക്കൊണ്ട് വന്നു കേട്ടോ. അവിടെ ആ കയറ്റം ഒറ്റയടിക്ക് കയറ്റിക്കൊണ്ട് വന്നു. പിറ്റേ ദിവസം ഞങ്ങൾ വന്നതിൻ്റെ പിറ്റേ ദിവസം കാലത്തെ കാഴ്ചയാണ് കേട്ടോ. ഇന്നലെ രാത്രിയിലൊക്കെ നല്ല മഴയുണ്ടായിരുന്നു. ചേട്ടാനെ രാവിലെ തന്നെ വീട്ടിലോട്ട് വിളിച്ചു കേട്ടോ. അപ്പം നല്ല മഴയാടിയെന്ന് പറഞ്ഞു. ഇത് മരമൊക്കെ പൊട്ടിക്കുന്നുണ്ട്. എന്നാ മരം എനിക്ക് ഒന്ന് മുഴിക്കാൻ തോന്നുന്നു കേട്ടോ. ഈ മഞ്ഞൊക്കെ മൂടിക്കിടക്കുക. നല്ല മഴയായിരുന്നു എന്ന് പറഞ്ഞു ഉപ്പേറെ കേട്ടോ. ഇവിടെ ഇങ്ങനെ ചാറി നിൽക്കുന്നു. എന്നത്തിൻ്റെ നടത്തില്ല. വലിയ ലോറിയൊക്കെ വന്നിട്ട് കൊണ്ട് സാധനമൊക്കെ ആയിട്ട്. അപ്പം ഞങ്ങളെ ഇപ്പം വിളിക്കുമെന്നും പറഞ്ഞ് ഞങ്ങൾ നോക്കിയിരിക്കുകയാണ് കേട്ടോ. രാവിലെ 6:30 ആകുമ്പോൾ റെഡി ആയിട്ടിരുന്നോളെന്ന് പറഞ്ഞിട്ടുണ്ടോ. അപ്പം ഞങ്ങൾ റെഡിയായി ഇങ്ങനെ വിളിക്കും കാത്തിങ്ങനെ ഇരിക്കുകയാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ. കൊല്ലംകാരൊരു ഫാമിലിയുണ്ട്, ഒരു ചേട്ടനും ചേച്ചിയെ. കൊല്ലത്ത് മുനിസിപ്പാലിറ്റിയിലെ ഓവർസീവറാണ് ആൾ. പ്രിയങ്ക എന്നാണ് ആളുടെ പേര്. അപ്പോൾ ഭയങ്കര തണുപ്പ് അത് പറയാമായിരുന്നു കേട്ടോ. അയ്യോ മഴ ചാറുമ്പത്തേനും ഇങ്ങോട്ടേക്ക് നനച്ചിട്ട് വരുന്നു. കണ്ടോ ഇതിനൊക്കെ ഇവിടെ നനയുന്നുണ്ടോ. ഈ വീട്ടിലാണ് കേട്ടോ ഞാനിപ്പോൾ തീരുമാനമായിട്ട് വന്നേക്കുന്നത്. ഇവിടെ ഉണ്ടല്ലോ ഈ വീടുണ്ടല്ലോ 72 വർഷം പഴക്കമുള്ള വീടാണ്. ഇപ്പോൾ അവർ താമസിക്കുന്നത് ഇവിടെ വേറെ വലിയ വീടൊക്കെ പണിതാ. പക്ഷേ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നതല്ല ആ ഒരു വീട്ടിനകത്താട്ടോ. ശരിക്കും എന്നാ പറയുന്നത്, 7 വർഷം മുമ്പ് ഇവിടെ വന്നിട്ട് എനിക്ക് നന്നായിട്ട് സൂപ്പറായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതിനി പൂർണ്ണമായിട്ട് മാറി കിട്ടാഞ്ഞുകൊണ്ടാണ് വീണ്ടും അതിലേക്ക് ഓടിയത്. പക്ഷേ എനിക്കിവിടെ വന്നിട്ട് 2 വർഷം 3 വർഷത്തിന് പിന്നെ വേന ഉണ്ടായിട്ടില്ല കേട്ടോ. ആ പോകുന്നതാണ് ഇവിടുത്തെ ചേച്ചി കേട്ടോ. ചേച്ചി നേഴ്സാണ്. ചേച്ചിയും ചേട്ടനും കൂടെയാണ് തിരുമുന്നത്. അതേ നമ്മുടെ ശ്യാമളാമ്മ കുളിച്ചിട്ടൊക്കെ ഇറങ്ങി വരുന്നുണ്ടോ. അപ്പോൾ ഞാൻ നിങ്ങളൊരു സാധനം കാണിച്ചു തരട്ടെ. ഇതെന്നാ സംഭവം എന്നറിയോ? ഇത് ഡ്രാഗൺ ഫ്രൂട്ടിനകത്ത് നിറച്ച് ചീരേരി ഇട്ട് പിടിച്ചെടുക്കുന്നുണ്ടോ. ഇതൊക്കെ ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഉണ്ടാവും. ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാകണമെങ്കിൽ 3 വർഷം എങ്ങാണ്ട് കഴിയണമെന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇതുണ്ട് ഈ അങ്ങേ അറ്റത്ത് വരെ. പിന്നെ ഇതൊക്കെ കോവൽ കൃഷിയൊക്കെയാണ്. ഇത് കട്ടപ്പന തന്നെയാണ്, പ്രോപ്പർ കട്ടപ്പനയാണ്. കട്ടപ്പന ഗവൺമെൻറ് കോളേജിൻ്റെ തൊട്ടടുത്ത്. സ്ഥലപ്പേര് സുവർണഗിരി എന്നാണ് കേട്ടോ. നമ്മൾ ഈ ബിൽഡിങ്ങിൽ താഴെയാണ് നമ്മൾ കിടക്കുന്നത്. നല്ല രസമില്ലേ കാണാനായിട്ട്. മലയൊക്കെ നോക്കി അടിപൊളിയല്ലേ. പക്ഷെ നല്ല തണുപ്പുണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ടേ. ഇപ്പം 3-4 ദിവസമായിട്ട് നല്ല മഴയുണ്ട്. നമ്മൾ തീരുമാനം വന്നതിൻ്റെ പിറ്റേ ദിവസം മുതൽ മഴയുണ്ട് കേട്ടോ. മഴയുള്ള ശേഷം നല്ലൊരു സുഖമായിട്ടിരിക്കുകയാണ്. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നത്. തിരുമും കിഴികുത്തും ഉഴിച്ചിലും വീഴ്ചയിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഇച്ചിരി വേനൽക്കൊക്കെ ഒരു ശകല ആശ്വാസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് വന്നിട്ട് 4ാമത്തെ ദിവസമാണ് കേട്ടോ. രാവിലെയും വൈകിട്ടും ഉണ്ട് ഉഴിച്ചിലും തിരുമലും കിഴികുത്തലും ഒക്കെ. എന്തായാലും വേനൽക്കൊക്കെ ലേശം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല മഴയുണ്ട്. മഴയുള്ളപ്പോഴല്ലേ, കർക്കിടകമല്ലേ, മഴയുള്ളപ്പോഴാണ് നമുക്ക് തീരുമാനം കാര്യങ്ങൾക്കൊക്കെ എപ്പോഴും നല്ലത്. എന്തായാലും ഇന്ന് ഞാൻ നിങ്ങളെ ഇവിടുത്തെ ചെറിയ വിശേഷങ്ങൾ കാണിക്കട്ടെ. 72 വർഷം പഴക്കമായ ഒരു വീട് കാണിച്ചു തരട്ടെ. 72 വർഷം. അത് എന്തുമാത്രം കാത്തു പരിപാലിക്കുന്നുണ്ട് അങ്ങനെ നിൽക്കുന്നത്. അവരുടെ അച്ഛനമ്മമാരും ഒക്കെ ആയിട്ട്. ആ ചേട്ടൻ്റെ തറവാട് വീടാണ് കേട്ടോ. ചേച്ചിയെ കെട്ടിക്കൊണ്ട് വന്ന് കയറിയ വീടാണ്. പിന്നെ എന്നാ പറയുന്നത്, അവർ കുറേ 8 മക്കളോ അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു. മക്കൾ എത്ര പേരാണെന്ന് എനിക്കറിയില്ല. എന്തായാലും കുറേ മക്കളൊക്കെ ഉള്ളതാണ്. അപ്പം ഞങ്ങളുടെ പോലെ. അപ്പോൾ ആ വീടും മുറ്റവും ഒക്കെ അടിച്ച് വളർന്ന് ഇപ്പോഴും അവരത് നല്ലതായിട്ട് പരിപാലിക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടൊക്കെ. നല്ല ഐശ്വര്യമുണ്ട്. ഇത് കണ്ടോ, ഈ വീടിൻ്റെ പരിസരം മുഴുവൻ ഇതാണ് കേട്ടോ. എന്നാന്നറിയോ, പച്ചമരുന്നുകളുടെ കൂടാണ്. അതൊക്കെ പച്ചമരുന്നുകളാണ് കേട്ടോ. അയ്യോ ഞാൻ പോകാനായിട്ട് നിങ്ങളെല്ലാം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേനും മഴയും. ഇത് കണ്ടോ ഈ നിൽക്കുന്നത്, ഇത് വാതക്കൊടിയിലെന്ന് പറയും. ഇത് കണ്ടോ, ഇതെല്ലാം ഫുള്ള് പച്ചമരുന്നുകളാണ്. പെരയുടെ പുറകിലോട്ടൊക്കെ അതെ കേട്ടോ. പക്ഷേ പോകാൻ പറ്റത്തില്ല. എന്നാൽ ചെയ്യാനോ, മഴയായിപ്പോൾ. ഇത് ഞാനിപ്പോൾ കാണിച്ചു തരാമെന്ന് ഓർത്തുകൊണ്ട് കയറുന്നത്. ഇതെല്ലാം മരുന്നുകളാണ്.
എവിടോട്ട് നോക്കിയാലും മരുന്നുകളുടെ ഒരു സ്ഥലമാണ് അല്ലോ. തമിഴ്നാട്ടിൽ നിന്ന് വരെ ആൾക്കാർ വരുന്നുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്. എന്നാന്ന് വെച്ചാൽ വന്നാൽ മാറും, അതുകൊണ്ട് എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മൾ കിടക്കുന്ന റൂം. ഇവിടെ ഒരു ഡൈനിങ് ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അവർ ഫുഡൊക്കെ സമയങ്ങളിൽ കൊണ്ടുത്തരും. തോർത്തൊക്കെ വിരിച്ചിടാനായിട്ട് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് തലയൊക്കെ കിട്ടിയിട്ട് അങ്ങനെ ഇട്ടുന്നതാണ്. ഞങ്ങൾ ഇട്ടതാണ് കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇടുന്ന റൂമൊക്കെയാണ്. നല്ല സൂപ്പർ റൂമൊക്കെ. ഞങ്ങൾ ദേ ഇവിടെയാണ് കിടക്കുന്നത്. ശ്യാമളാമ്മ കിടക്കുന്നുണ്ടോ? അപ്പോൾ 2 ബെഡ് ഉള്ള റൂമിലാണ് ഞങ്ങൾ കിടക്കുന്നത്. പിന്നെ അത് ബാത്റൂം, കിച്ചണ്, വേറൊരു സെപ്പറേറ്റ് റൂം. ആ റൂമിൽ ഇപ്പോൾ ആളില്ല. കിച്ചണാണെങ്കിലും ഉണ്ട്, നമുക്ക് ആവശ്യത്തിന് വെള്ളമോ കട്ടൻ ചായയോ അങ്ങനെ കിട്ടും, നമുക്ക് കുടിക്കാനും കഴിക്കാനും ഒക്കെ പറ്റുമേ. പിന്നെ ദേ ഇവിടെ ഒരു റൂമുണ്ട്, അവിടെ ഒരു ഫാമിലി ഉണ്ട്. കണ്ടോ ഒരുത്തൻ പോകുന്ന പോക്ക്, സൈഡ് പറ്റി പോവാ. താഴത്തെ വീട്ടിൽ നിന്ന് കയറി വന്നതാണേ. വണ്ടി കണ്ടപ്പോഴത്തേനും അവൻ മുള്ളാൻ പോട്ടെ, അവൻ മുള്ളാതെ പോകും, നാണക്കേട് പോകും. വണ്ടികളുടെ കളി കേട്ടോ. മഴ അങ്ങ് തുടങ്ങിയിട്ടുണ്ട്. ചാറ്റമഴ ഇങ്ങനെ ചാറി പെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പം ഇന്ന് മഴ കാരണം എനിക്ക് മുകളിലത്തെ നിങ്ങളെ നന്നായിട്ടൊന്ന് കാണിച്ചു തരണമെന്ന് വിചാരിച്ചിട്ട് പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇനി അടുത്ത ദിവസം ഞാൻ നന്നായിട്ട് മഴയില്ലാത്ത ഒരു സമയത്ത് കയറിപ്പോയിട്ട് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. പച്ചമരുന്നുകളും പേരും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരാം. അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വിശേഷം കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ എന്നൊക്കെ ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ഇടണം, കൂട്ടത്തിൽ ആ ബെൽ ബട്ടണോടെ ഇടിച്ചു പൊട്ടിക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.